ഹായ് പ്യാരെ വെച്ചോ, അനസാറാണ്. എല്ലാ മക്കളും വെക്കേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 6ാം ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. 5ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറായത്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു, പുതിയ പാഠഭാഗങ്ങളായിരുന്നു, അതേപോലെ 6ാം ക്ലാസ്സിലും നമ്മളെ കാത്തിരിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ പാഠഭാഗങ്ങളാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും ആദ്യം മുതൽ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കണം. ഈ സെറ്റ് ആകുന്നതിന് വേണ്ടി എൻ്റെ മക്കൾ 5ാം ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതൊക്കെ എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് ഈ അധ്യയന വർഷത്തെ വെക്കേഷനിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തെടുക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. അതിനുശേഷം എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ഓരോ ചാപ്റ്റേഴ്സും, ഓരോ യൂണിറ്റിലായിട്ട് അടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സും പുതിയതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രയാസം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും അതിലുള്ള ഓരോ വാക്കുകളും. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഹിന്ദി പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഇനി ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് ഓരോ ചാപ്റ്റേഴ്സിലും അതത് ദിവസം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും കൃത്യമായിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് വായിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഓരോ 2-3 വരി ഒരു ദിവസം എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുകയും വേണം. എന്നാൽ മാത്രമേ ഹിന്ദി നല്ല അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ. ഇതിനൊക്കെ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിൻ്റെ വജ്ര ബാച്ച് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വജ്ര ബാച്ചിന്റെ പ്രത്യേകത എന്ന് എൻ്റെ മക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. വജ്ര ബാച്ചിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ടും ക്ലാസ്സുകൾ ഉണ്ടാകും. ഓരോ ലൈവിൻ്റെ അവസാനവും അതിൽ ഉപയോഗിച്ച സ്ലൈഡ്സ് നിങ്ങൾക്ക് എന്താകും, ആ ലൈവിൻ്റെ അവസാനം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ സ്ലൈഡ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാഠഭാഗങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും യൂണിറ്റ് എക്സാം അതിലൂടെ ഉണ്ടായിരിക്കും. ഈ യൂണിറ്റ് എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതി അന്നേ ദിവസം തന്നെ വൈകിട്ട് അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ഡൗട്ട് വരികയാണെങ്കിൽ ആ ആൻസർ കീ ഡിസ്കഷനോട് കൂടി ആ ഡൗട്ട് ക്ലിയർ ആയിട്ട് വരും. അതേപോലെ കേരളത്തിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വജ്ര ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് സെറ്റായിട്ട് എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഹിന്ദി ഏറ്റവും ലളിതമായിട്ട് ആദ്യം മുതൽ തന്നെ ഈ വെക്കേഷൻ മുതൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വജ്ര ബാച്ചിലൂടെ മനസ്സിലാക്കാനും എൻജോയ് ചെയ്ത് പഠിക്കാനും വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ വജ്ര ബാച്ചിൽ അൻസാറുണ്ട്, നിങ്ങളും എന്ത് ചെയ്യുക, നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ വജ്ര ബാച്ചിലൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാറി വരുന്ന സിലബസ് നിഷ്പ്രയാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാനും നല്ല മാർക്ക് ഈ അധ്യയന വർഷം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ മക്കളും എങ്ങനെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വജ്ര ബാച്ചിലൂടെ പഠിക്കാം. ബൈ.